നമസ്കാരം, ഞാൻ ഡോക്ടർ രമ്യ, കൺസൾട്ടൻറ്റ് പീഡിയാട്രീഷ്യൻ. ഇന്ന് നമുക്ക് കുഞ്ഞുങ്ങളിലുണ്ടാകുന്ന അലർജി സംബന്ധമായ രോഗങ്ങളെപ്പറ്റി സംസാരിക്കാം. അലർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ചേരാത്ത ഏതെങ്കിലും ഒരു അലർജൻ, അതായത് ഒരു ഡസ്റ്റ് ആയിക്കോട്ടെ, പൂമ്പൊടി, പൊള്ളൻ, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുക എന്നിവ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ശരീരം അതിനോട് അമിതമായി പ്രതികരിച്ച് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന സിംറ്റംസിനെയാണ് നമ്മൾ അലർജി എന്ന് പറയുന്നത്. സോ കുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രധാനമായും അലർജി എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ തന്നെ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന സ്കിൻ അലർജി അഥവാ കരപ്പൻ, എട്ടോപിക് എക്സിമ, അതാണ് പ്രധാനമായും കണ്ടുവരാറുള്ളത്. അതിനുശേഷം കുഞ്ഞുങ്ങളിൽ കട്ടിയാഹാരം ആരംഭിക്കുമ്പോൾ കണ്ടുവരുന്ന പലതരത്തിലുള്ള ഫുഡ് അലർജീസ് കണ്ടുവരാറുണ്ട്. അതുകൂടാതെ പിന്നീട് കുറച്ചും കൂടെ വലുതാകുമ്പോൾ അലർജിക് റൈനൈറ്റിസ്, അതായത് മൂക്കിലെ വരുന്ന അലർജി, അതുകൂടാതെ കുറുങ്ങൽ അഥവാ ശ്വാസം മുട്ടൽ, വീസിങ് എന്നിവയാണ് കുട്ടികളിൽ കണ്ടുവരുന്ന അലർജി രോഗങ്ങൾ. സോ പ്രധാനമായും അലർജിക്ക് ഒരു ചെറിയ ജനറ്റിക് റീസൺ കണ്ടുവരാറുണ്ട്. അലർജി എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാവുന്ന ഒരു അസുഖമാണ്. ക്യൂർ അല്ലെങ്കിൽ കൂടെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യപ്പെടാവുന്ന ഒരു അസുഖമാണ് അലർജി. സോ അതിനുവേണ്ടി നമുക്ക് പ്രധാനമായും എന്താണ് ഈ അലർജി ഉണ്ടാക്കുന്നത്, ആ ട്രിഗർ എന്താണെന്ന് കണ്ടുപിടിച്ച് അത് നല്ല രീതിയിൽ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൂടാതെ ഇപ്പോൾ പലതരത്തിലുള്ള മരുന്നുകളും ലഭ്യമാണ്. ഇപ്പോൾ സ്കിന്നിൽ വരുന്ന എട്ടോപിക് എക്സിമയ്ക്കാണെങ്കിൽ നല്ല രീതിയിലുള്ള മോയ്സ്ചറൈസേഴ്സും അതിന് ചേർന്ന ക്രീമുകളും ഉപയോഗിക്കേണ്ടത്, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൂടാതെ കുഞ്ഞുങ്ങളിൽ വരുന്ന അലർജിക് റൈനൈറ്റിസ്, അതായത് കാലത്ത് എഴുന്നേറ്റ ഉടനെ തുമ്മൽ, മൂക്കൊലിപ്പ്, കണ്ണു ചൊറിച്ചിൽ, മൂക്ക് ചൊറിച്ചിൽ തുടങ്ങിയ സിംറ്റംസ് റെഗുലറായി നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായും ഡോക്ടറെ കണ്ട് അത് എന്തിനോടുള്ള അലർജിയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ആ അലർജി ഉണ്ടെങ്കിൽ നമ്മൾക്ക് നേസൽ സ്പ്രേ അല്ലെങ്കിൽ വായിൽ കൊടുക്കാവുന്ന അലർജിക്കുള്ള മെഡിസിൻസ് അവൈലബിൾ ആണ്. കുഞ്ഞുങ്ങളിൽ വരുന്ന കുറുങ്ങലും ശരിയായ രീതിയിൽ ഇൻഹേലർ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ നല്ല രീതിയിൽ ട്രിഗർ കൺട്രോളും മെഡിസിൻസും ഒത്തുചേർന്ന് പോവുകയാണെങ്കിൽ അലർജി നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും.